ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റുള്ള ഒരു പഴമയുള്ള ഒരു റെസിപ്പിയാണ്. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് മട്ടരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം അതിൽ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മളിത് നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് നല്ല ചൂടുള്ള ചീനച്ചട്ടിയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തോളൂ. കുറച്ച് കഴിയുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഇങ്ങനെ വറുത്താൽ ഇത് നന്നായിട്ട് നമുക്ക് വറുത്ത് കിട്ടും. കണ്ടോ, ഇപ്പം തന്നെ ഏകദേശം ഇതൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി ഇത് നമ്മൾ നന്നായിട്ട് വറുക്കണം. ഇത് ഓരോന്നായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് മനസ്സിലാക്കാതെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ടെന്ന്. ഇപ്പം ഇത് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. നല്ല ഫൈൻ പൗഡറായിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 കപ്പ് ശർക്കരയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പഞ്ചസാരയും ഏലക്കായും കൂടി ഇട്ട് പൊടിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് ഒരു ചെറിയ നനവുണ്ടാവും, അതുകൊണ്ട് നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നനവ് കുറവാ പേടിക്കേണ്ട, കുറച്ച് ചൂടുവെള്ളം തളിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് കറക്റ്റ് ഒരു ഇതിൽ നമുക്ക് കിട്ടും കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കേട്ടോ. ഇപ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് പാകത്തിന് ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഇതൊരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ, നെല്ലിക്കയുടെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ഇത് പിടിക്കാം. ഞാനിപ്പോൾ ഇതൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലാണ് പിടിച്ചിരിക്കുന്നത് കേട്ടോ. അതിങ്ങനെ കുഴച്ചെടുത്തിട്ട് കയ്യിലിട്ടിട്ട് ഉള്ളം കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഉരുള പോലെയുള്ള ഷേപ്പിലാക്കിയെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ആക്കിയെടുക്കുക. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ നമുക്കിത് ആക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ദേ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ട്രഡീഷണൽ റെസിപ്പിയായ അരിയുണ്ട. ഇതിപ്പോഴത്തെ ന്യൂ ജനറേഷൻ അമ്മമാർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇത് നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ഇതൊരു 2 ദിവസമൊക്കെ നമുക്ക് പുറത്ത് കേടുകൂടാതെ വെക്കാം. പിന്നെ ഇത് കുറേ നാൾ ഒരാഴ്ചയൊക്കെ കേടുകൂടാതെ ഇരിക്കണം വെച്ചാൽ നാളികേരം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.